വില്ലന്റെ പ്രണയം. രചന ലേഡി ഹിറ്റ്ലർ. അവതരണം അഷിക. നമുക്ക് പോകാം. അത്രയും നേരം സൈലന്റ് ആയിരുന്ന ചെറുപ്പക്കാരൻ പറഞ്ഞു. ഞാൻ അയാളെ ഒന്ന് അടിമുടി നോക്കി. കാണാൻ നല്ല ചെത്തു പയ്യൻ. കട്ടിപ്പിരികവും ഗരുഡന്റെ പോലെയുള്ള മൂക്കും ചുവന്ന ചുണ്ടുകളും കുറ്റിത്താടിയും പിരിച്ചു വെച്ചിരിക്കുന്ന മീശയും. മൊത്തത്തിലൊരു അടിപൊളി ചെക്കൻ. കണ്ടാൽ ആരായാലും ഒന്ന് വായി നോക്കി നിന്നു പോകും. അമ്മാതിരി അടാർ ഐറ്റം. ഞാൻ എന്നെ ഒന്ന് നോക്കി. അത്യാവശ്യം ഗ്ലാമറൊക്കെ എനിക്കുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്നിട്ട് ആ മുതൽ എന്നെ ഒന്ന് നോക്കുന്നു പോലുമില്ല. കൂടെയുള്ള ചേട്ടൻ വണ്ടി സ്റ്റാർട്ടാക്കി. സോറി പെങ്ങളെ, അറിയാതെ പറ്റിയതാണ്. ഞാനൊന്ന് തലയാട്ടി. അയാൾ സൂര്യ ഒന്ന് നോക്കി ചിരിച്ചിട്ട് വണ്ടി എടുത്തു. അപ്പോൾ ഞാൻ അയാളെ നോക്കി നിൽക്കുകയായിരുന്നു. വണ്ടി പോയിട്ടു കുറ്റിയടിച്ചുള്ള എൻ്റെ നിൽപ്പ് കണ്ട് സൂര്യനെ തട്ടി വിളിച്ചു. നീ വരുന്നില്ലേ? എന്നെ ഗ്ലാമറാടിയ ചെക്കന്. ഏത്? ഡ്രൈവ് ചെയ്ത ചേട്ടനോ? അല്ല, അതിന്റെ അപ്പുറത്തിരുന്നതിന്. നീ അതും ആലോചിച്ചിവിടെ നിന്ന് ഇന്റർവ്യൂ ലേറ്റ് ആവും. വാ, നമുക്ക് അത് കഴിഞ്ഞ് ആലോചിക്കാം. നീ വണ്ടി എടുക്ക്. ഞാൻ പറ്റിയ മൂടല്ല. ആ മുഖം മനസ്സിൽ നിന്ന് അങ്ങോട്ട് പോണില്ല. ഇതും വെച്ചോണ്ട് ഞാൻ ഓടിച്ചാലേ ഞാൻ വല്ല വണ്ടിക്കും അടവെക്കും. ഞാൻ സൂര്യയോട് പറഞ്ഞു. അവളുടെ തോളിൽ തല വെച്ച് ഞാൻ ആ ചെറുപ്പക്കാരനെ ആലോചിച്ചിരുന്നു. എനിക്കിത് എന്തു പറ്റി? ഓഫീസിലെത്തിയപ്പോൾ പറഞ്ഞ ടൈമിനേക്കാൾ കുറച്ച് വൈകി. ഏതാണ്ട് ഒരു അരമണിക്കൂർ, അത്രേ ഉള്ളൂ. ആ ഗ്യാപ്പിൽ വേറെ അലവലാദികൾ ജോലിയും നേടി. ഞങ്ങളുടെ ജീവിതം ഇങ്ങനെ ജോലി തണ്ടി തീരുകയുള്ളൂ എന്നാ തോന്നുന്നത്. എന്തായാലും കിട്ടിയില്ല, എന്നാ പിന്നെ അതൊന്ന് സെലിബ്രേറ്റ് ചെയ്യാന്ന് ഞങ്ങൾ അങ്ങ് തീരുമാനിച്ചു. ഇതേ സമയം മറ്റൊരിടത്ത് കുറെ പേർ അക്ഷമരായി ആർക്കോ വേണ്ടി നോക്കി നിൽക്കുകയാണ്. എല്ലാവരും കറുത്ത കോട്ടും സ്യൂട്ടും ധരിച്ചിട്ടുണ്ട്. ചെവിയിൽ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റും വെച്ചിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അതിൽ കൂടി ആർക്കൊക്കെയോ നിർദ്ദേശങ്ങൾ നൽകുന്നുമുണ്ട്. ദൂരെ നിന്നും ഒരു കാറിന്റെ ഹോണടി കേട്ടു. അതുവരെ അലക്ഷ്യമായി നിന്നവർ എല്ലാം പെട്ടെന്ന് സീരിയസ് ആയി. ഒരു കറുത്ത BMW കാർ അവിടേക്ക് ഇരച്ചു കയറി വന്നു. ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ഒരു ചെറുപ്പക്കാരൻ ഇറങ്ങി. അവൻ ചുറ്റുമുള്ളവരെ നോക്കി ചെറുതായി മന്ദഹസിച്ചു. ഉടനെ ഓപ്പോസിറ്റിൽ നിന്നും മറ്റൊരാൾ ഇറങ്ങി വന്നു. എല്ലാവരുടെയും മുഖത്ത് ഭയം നിറഞ്ഞു. അവരെ ആരെയും നോക്കാതെ അവനകത്തേക്ക് നടന്നു. അഗി, നീ വാ, അകത്ത് നിന്ന് അവൻ വിളിച്ചു പറഞ്ഞു. അവൻ ഓടിപ്പിടിച്ച് അകത്തേക്ക് ചെന്നു. തൻ്റെ മുറിയിൽ അവർ ഇരിക്കുകയായിരുന്നു. അവൻ വന്നതും ഒരു പെട്ടി അവന് നേരെ എറിഞ്ഞു കൊടുത്തു. അതിൽ കുറച്ച് മെഡിസിൻസ് ഉണ്ട്. അവൻ ആ മെഡിസിനെയും അവനെയും മാറി മാറി നോക്കി. പിടികിട്ടാത്തൊരു സമസ്യയായി അഖിലിന്റെ മനസ്സിൽ അവൻ നിറഞ്ഞു നിന്നു. 15-ാം വയസ്സിൽ കൂടെ കൂട്ടിയതാണ് അവനെ. ഈശ്വർ, ആദ്യമൊന്നും അഖിലിനോടൊരു വാക്ക് പോലും മിണ്ടില്ലായിരുന്നു. എങ്കിലും നിഴല് പോലെ അഖിൽ അവന്റെ കൂടെ ഉണ്ടായിരുന്നു. അഖിലും ഒരു അനാഥനായിരുന്നു. തെരുവിൽ അവർ രണ്ടുപേർക്കും കൂട്ട് അവർ തന്നെയായിരുന്നു. കുറെ നാളുകൾക്ക് ശേഷമാണ് അവൻ അഖിലിനോട് സംസാരിക്കുന്നത് തന്നെ. ആരെയെങ്കിലും അവൻ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് അഖിലിനെ മാത്രമായിരുന്നു. പുറമേയുള്ളവർ കാണുമ്പോൾ അവൻ അഖിലിനോട് സ്നേഹമൊന്നുമില്ലെന്ന് തോന്നും. എന്നാൽ അവൻ്റെ ഉള്ളിലെ സ്നേഹം മനസ്സിലാക്കിയത് അഖിൽ മാത്രമായിരുന്നു. ഈശ്വർ, അഖിൽ പതുക്കെ അവന് വിളിച്ചു. അവൻ അഖിയെ ഒന്ന് നോക്കി. ആ ശരവണന്റെ പ്രശ്നം ഉണ്ടാവും നിനക്ക് നേരത്തെ അറിയാമായിരുന്നല്ലോ. പിന്നെ എന്താ അവൻ എന്നെ തട്ടിക്കൊണ്ടു പോകുന്നവരെ നീ നോക്കി നിന്നത്? അവന്റെ പതനം അവന്റെ സാമ്രാജ്യത്തിൽ വെച്ച് തന്നെ വേണമെന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നതുകൊണ്ട്. അഖിൽ കൂടുതലൊന്നും ചോദിക്കാൻ നിന്നില്ല. അവൻ എന്ത് ചെയ്താലും അതിൽ അവൻ്റെതായ ശരികൾ അവനുണ്ടായിരുന്നു. പേരുപോലെ തന്നെയാണ് അവനും. ശരിക്കും എല്ലാത്തിനെയും ബന്ധുവെണ്ണീറാക്കാൻ കഴിവുള്ള അഗ്നി. ഈശ്വർ കണ്ണിന് മുകളിൽ കൂടി കൈകൾ വെച്ച് കിടന്നു. കൺകോളിൽ കൂടി ഒരു തുള്ളി കണ്ണുനീർ കവിളിൽ കൂടി ഒലിച്ചിറങ്ങി. പൊടുന്നനെ അവൻ ചാടി എഴുന്നേറ്റു. വീടിന്റെ താഴെ മറ്റാർക്കും പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത അണ്ടർഗ്രൗണ്ടിലേക്ക് പോയി. വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് അഖിലോട് അവിടേക്ക് വന്നു. ഈശ്വർ, നീ എവിടെ പോവാ? മുറിവുകളെല്ലാം കരിഞ്ഞു വരുന്നതേ ഉള്ളൂ. അവനെ പിടിച്ചു നിർത്തിക്കൊണ്ട് പറഞ്ഞു. ഇല്ല അഗി, നീ മാറ്.
എനിക്ക് കാണണം, ഇപ്പോ, ഈ നിമിഷം. അവനോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്നറിയാവുന്നത് കൊണ്ട് തന്നെ അഖിൽ അവനെ തടയാൻ ശ്രമിച്ചില്ല. ഈശ്വർ ഉറച്ച കാലടിയോടെ അകത്തേക്ക് പ്രവേശിച്ചു. ഒരു ചെറിയ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ കയറുന്ന ഫീലായിരുന്നു. ഒരു മെത്തയിൽ ആരെയോ കിടത്തിയിരിക്കുന്നു. മുഖത്ത് ഓക്സിജൻ മാസ്കും ശരീരമാകെ ജീവൻ നിലനിർത്താൻ ആവശ്യമായ എല്ലാം ഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവൻ അയാളുടെ മുന്നിൽ ചെന്ന് നിന്നു. അടുത്ത ആരുടെയോ കാൽപ്പെരുമാറ്റം കേട്ടപ്പോൾ അയാൾ ആയാസപ്പെട്ട് കണ്ണുകൾ തുറന്നു. മുന്നിൽ നിൽക്കുന്ന ആളിനെ കണ്ടപ്പോൾ അയാളുടെ കണ്ണുകൾ നിറഞ്ഞു. എന്തോ പറയുന്നത് ശ്രദ്ധയിൽപ്പെട്ട ഈശ്വർ കുനിഞ്ഞ് അയാൾ പറയുന്നത് എന്താണെന്ന് ശ്രദ്ധിച്ചു. ഇനിയെങ്കിലും എന്നെ കൊന്നു തന്നൂടെ, ഇങ്ങനെയിട്ട് നരയിപ്പിക്കാതെ. അവന്റെ കണ്ണിൽ ക്രൂരത നിറഞ്ഞു. ഡോക്ടർ, അറിയാലോ, മാർച്ച് 30 പൂർണ്ണ ആരോഗ്യവാനായി ഇയാളെ എനിക്ക് കിട്ടണം. എനിക്ക് അറിഞ്ഞൂടെ, കഴിഞ്ഞ 5 വർഷങ്ങളായി ഇത് തന്നെയല്ലേ ഞാൻ ചെയ്യുന്നത്. അവൻ അയാളെ ഒന്ന് നോക്കിയിട്ട് പുറത്തേക്ക് നടന്നു. കട്ടിലിൽ കിടക്കുന്ന അയാൾ അല്പം ദയയ്ക്ക് വേണ്ടി ഡോക്ടറിനെയും അഖിലിനെയും നോക്കി. എന്നാൽ അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ലായിരുന്നു. അവർ തമ്മിൽ പരസ്പരം നോക്കിയിട്ട് ഒന്ന് ദീർഘനിശ്വസിച്ചു. ഞാൻ പോവുകയാണ്, ഇതെല്ലാം കഴിഞ്ഞിട്ട് താൻ മുകളിലേക്ക് വാ. മുകളിൽ ചെന്ന അഖിൽ കാണുന്നത് വിദൂരതയിലേക്ക് ദൃഷ്ടി വായിച്ച് നിൽക്കുന്ന ഈശ്വരനെയാണ്. സാധാരണ അവൻ അയാളെ കാണാൻ പോകാറില്ല. ഇന്നിതെന്തു പറ്റി? അവനോട് തന്നെ ചോദിക്കാം. ഡാ, ഇന്ന് നിനക്ക് എന്തു പറ്റി? സാധാരണ നീ അങ്ങനെ അയാളെ പോകാറില്ലല്ലോ. അതിനവൻ മറുപടി ഒന്നും പറഞ്ഞില്ല. അവൻ ഇങ്ങനെയാണ്. തൻ്റെ മനസ്സ് പെട്ടെന്ന് ആരുടെയും മുന്നിൽ തുറക്കില്ല. അവന്റെ സ്വഭാവം നന്നായി അറിയാവുന്നത് കൊണ്ട് തന്നെ പിന്നീട് അവനൊന്നും ചോദിക്കാനും മുതിർന്നില്ല. അവൻ പോയതും ഈശ്വർ മന്ത്രിച്ചു. അമ്മ. ഡി, എന്നാലും വെറും 1/2 മണിക്കൂർ ലേറ്റ് ആയെന്ന നിസ്സാര കാരണത്തില് നമുക്ക് ജോലി മിസ്സായല്ലോ. ജോലി പോയതിന്റെ വിഷമത്തിൽ സൂര്യയോട് പരാതി പറയുകയാണ് നമ്മുടെ നായിക. യാവം, പോയതും പോയി, നമുക്ക് അടുത്ത ഇന്റർവ്യൂവിൽ പിടിക്കാം. തൽക്കാലം അതിന്റെ വിഷമം നമുക്ക് ഈ പൊറോട്ടയിൽ തീർക്കാം. ഓ, ആ ഫ്ലോ അങ്ങ് പോയടി. ആണോ? എന്നാ നിന്റെ മുട്ട ഞാൻ എടുത്തോട്ടെ. എന്ത് മനസ്സാണ് നിന്റെ? നിനക്ക് എന്നെ ഒന്ന് നിർബന്ധിച്ചൂടെ? എന്തിന്? വേണേ തിന്നണം. ഓ, നീയും എന്റെ അമ്മയും കണക്കാ. ടിവിയിൽ കൂടി ഒരു ന്യൂസ് പോകുന്നത് അപ്പോഴാണ് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഇപ്പോൾ കിട്ടിയ വാർത്ത, പോലീസിന്റെ തലവേദനയായിരുന്ന പിടികിട്ടാപ്പുള്ളി ശരവണനും അയാളുടെ കൂട്ടാളികളും അവരുടെ തന്നെ ഗോഡൌണിൽ വെച്ചുണ്ടായ തീപിടുത്തത്തിൽ കൊല്ലപ്പെട്ടു. കൊലപാതകമാണോ അതോ ആക്സിഡന്റ് ആണോ എന്നിനിയും വ്യക്തമായിട്ടില്ല. അല്ലേലും അവനൊക്കെ ചാകേണ്ടവനാ. കഴിഞ്ഞ മാസം ഇവന്റെ കൂട്ടാളികളും ചേർന്നാ ഒരു പെൺകുട്ടിയെ ക്രൂരമായി പീഡിപ്പിച്ചത്. പോലീസിനൊന്നും തൊടാൻ പോലും കഴിയില്ല. അവരൊക്കെ കൂട്ടു നിൽക്കുകയല്ലേ ഇതിനൊക്കെ. ഇവനൊക്കെ ചത്തൊടുങ്ങണം. അല്പം ദേഷ്യത്തോടെ ഞാൻ പറഞ്ഞു. ഒന്ന് പതുക്കെ പറയടി. ഞാൻ എന്തിനാ ഭയക്കുന്നത്? സത്യമായിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. പുറമെ കാണുന്നത് മാത്രമാണ് സത്യം എന്ന് കരുതരുത്. ഞാൻ സൂര്യയെ ഒന്ന് നോക്കി. നിന്റെ ശബ്ദത്തിന് പറ്റുന്ന എന്ത് പറ്റിടി? എനിക്കെന്ത് പറ്റാൻ? ഞാനല്ല, വേറെ ആരോ അത് പറഞ്ഞത്. ഞാനാ പറഞ്ഞത്. അവരുടെ ഓപ്പോസിറ്റ് ടേബിളിൽ ഇരുന്ന ഒരാൾ. പുറംതിരിഞ്ഞിരിക്കുന്നതുകൊണ്ട് തന്നെ ആള് വ്യക്തമല്ല. ഞാൻ ആരാണെന്നതിലൂടെ പ്രസക്തിയില്ല. പോലീസുകാർ ഇതുപോലുള്ള ക്രിമിനൽസിന് കൂട്ടുനിൽക്കുന്നു എന്ന് കരുതരുത്. അതിന് നിങ്ങൾ ആരാണ് മിസ്റ്റർ? ഞാനൊരൽപ്പം ഈർഷ്യയോട് ചോദിച്ചു. അയാൾ ഞങ്ങൾക്ക് തേരെ തിരിഞ്ഞു. പൊടുന്നനെ ഞങ്ങൾ രണ്ടുപേരും ചാടി എഴുന്നേറ്റു. ACP നിഷിത്, സൂര്യ മെല്ലെ പറഞ്ഞു. അത് സാർ, അവള്. സൂര്യ നിന്ന് പതറി. സാരമില്ലടോ, സാധാരണക്കാരങ്ങനെ കാണുള്ളൂ എന്ന് ഞങ്ങൾക്ക് അറിയാവുന്നതാണ്. ആ റേപ്പ് കേസിന് പിന്നാലെ തന്നെയായിരുന്നു ഞങ്ങള്. എന്നാൽ ആരോ അവരെ കൊന്നുകളഞ്ഞു. അപ്പോ ഇത് കൊലപാതകമാണോ? പെട്ടെന്നാണ് അയാൾക്ക് താൻ എന്താ പറഞ്ഞതെന്ന് ഓർമ്മ വന്നത്. അങ്ങനെയല്ല, ഞാൻ ആ ഒരു ഫ്ലോയിൽ അങ്ങ് പറഞ്ഞതാണ്. അല്ല സാർ, പിന്നെ എന്തുകൊണ്ടാണ് സാർ ഇത് മീഡിയയോട് പറയാനത്? ഞാൻ ചോദിച്ചു. കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ പെട്ടെന്ന് പോലീസിനെ പറ്റി പറയുന്നത് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു പോയതാ. ഞങ്ങളൊന്ന് ചിരിച്ചു. ശരി, പിന്നെ എപ്പോഴെങ്കിലും കാണാം. അയാൾ പുറത്തേക്ക് നടന്നു. വാതിലെത്തിയപ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കി. ഞങ്ങൾ ഒന്നുകൂടി നോക്കി ചിരിച്ചു.
ന്യൂസ് കണ്ടുകൊണ്ടിരുന്ന അഖിലിന്റെ മുഖം മാറി. അപ്പോഴും ഈശ്വറിന് ഭാവമാറ്റമൊന്നും ഉണ്ടായില്ല. പുതിയ ACP നിഷിത് എന്ന് പറയുന്ന ഒരാളാണ്. അവനൊരൽപ്പം പെശകാണെന്നാണ് കേട്ടത്. ഇതിന്റെ അന്വേഷണ ചുമതല അവനാണ്. അത് നന്നായി. കളിക്കാൻ അറിയുന്നവൻ എതിരെയുള്ളത് അല്ലേലും ഒരു ലഹരിയാണ്. അവൻ വരട്ടെ. കയ്യിലിരുന്ന വിസ്കി മുഴുവനായും വായിലേക്ക് കമത്തിക്കൊണ്ട് അവൻ പറഞ്ഞു, വെൽക്കം മിസ്റ്റർ നിഷീദ്. ഇനി നമ്മളുടെ കളികൾ നേരിട്ടാകാം. ഐ ആം വെയിറ്റിംഗ്. ഫുഡിനോടുള്ള മൽപ്പിടുത്തമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കറങ്ങാനിറങ്ങി. വീട്ടിലോട്ട് ഇപ്പൊ ചെന്ന് കയറിയിട്ട് എന്തിനാ? ഒരു കാര്യമില്ല. ഡി, ഞാൻ സൂര്യയെ തോണ്ടി വിളിച്ചു. ഡി, ആ കാര്യം പറവണ്ണേ. ഇന്ന് രാവിലെ കണ്ട ആ ചെറുപ്പക്കാരനില്ലേ? ആ ഉണ്ട്. അവർക്കെന്താ? അതിലാ മസിൽ പിടിച്ചിരിക്കുന്ന മുതലില്ലേ, അതിനോട് എനിക്കെന്തോ ഒരു സംതിങ്. എന്ത് സംതിങ്? മോളെ വേണ്ടാട്ടാ, നിനക്ക് എന്താടി ഒരു സ്നേഹമില്ലാത്തേ? പണ്ടൊക്കെ നീ എന്ത് നല്ല പ്രോത്സാഹനമാ തന്നിട്ടുള്ളത്. നമ്മൾ എന്തോരം വായിട്ട് നോക്കിയിരിക്കുന്നു. എന്നിട്ട് ഇപ്പൊ എന്നാ പറ്റി? ഓക്കെ, ഞാൻ എൻ്റെ ഒരു വീക്ഷണം പറയാം. രാവിലെ നമ്മൾ വണ്ടി അടിക്കാൻ പോയപ്പോൾ ആ മുതലിന്റെ മുഖത്ത് ഒരു ഭാവവ്യത്യാസം വന്നിട്ടില്ല. അതുപോലെ ഇങ്ങനെയൊക്കെ ഒരു സംഭവമൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു മനുഷ്യനുണ്ടാവേണ്ട ഒരു വെപ്രാളമുണ്ട്. എന്നാൽ അയാളുടെ മുഖത്ത് അതിന്റെ ചെറിയൊരു പരുങ്ങൽ പോലും ഉണ്ടായിട്ടില്ല. മൊത്തത്തിൽ ഒരു വികാരവും ഇല്ലാത്ത മുതലാണെന്ന് തോന്നുന്നു. നീ ഇതിനിടയിൽ ഇത്രയൊക്കെ സ്കാൻ ചെയ്തോ? വേറൊന്നും കൊണ്ടല്ല, പുള്ളിയുടെ ആ ഒരു ബിഹേവിയർ കൊണ്ട് തന്നെയാ ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നോക്കിയത്. എന്നാ പോട്ട്, വേറെ ആരെങ്കിലും കിട്ടും. പെട്ടെന്നാണ് സൂര്യയുടെ ഫോണിൽ ഒരു നോട്ടിഫിക്കേഷൻ വന്നത്. അവളത് നോക്കിയപ്പോൾ അവളുടെ കണ്ണുകൾ വിളർന്നു. ഡി, നാളെ നമുക്കൊരു ഇന്റർവ്യൂവിന് പോണം. നാളെയോ? ഞാനൊന്നുമില്ല. ആദ്യം ഇന്നത്തേതിന്റെ ക്ഷീണമൊന്നും മാറ്റണം. ദേ പെണ്ണെ, ഒരു ഇടി വെച്ച് തരും ഞാൻ. മര്യാദക്ക് വന്നോളാം. കിട്ടിയാലും ഊട്ടിയാ, ഇല്ലെങ്കിലോ? ഇല്ലെങ്കിൽ ചട്ടി. നമുക്ക് നോക്കാടി. അന്ന് നമ്മുടെ ബയോഡേറ്റ വെച്ച് നമ്മൾ ഒരിടത്ത് മെയിൽ അയച്ചിരുന്നു. ഒരേറെ എറിഞ്ഞതാണ്. നാളെ പോയി നോക്കാം, ലേറ്റ് ആക്കരുത്. നോ ഡിയർ. എവിടെയാ ഇന്റർവ്യൂ? അതൊക്കെ സസ്പെൻസ്. സസ്പെൻസ് അവസാനം പണിയാക്കാതിരുന്നാ മതി. വൈകിട്ട് വരെ തേരാപ്പാര നടന്ന് അവസാനം ഞങ്ങൾ പിരിഞ്ഞു. ഉറങ്ങാൻ കിടന്നപ്പോഴും എന്റെ മനസ്സിൽ ഇന്ന് കണ്ട ആ ചെറുപ്പക്കാരന്റെ മുഖമായിരുന്നു. എത്രയൊക്കെ മറക്കാൻ ശ്രമിച്ചിട്ടും ആ മുഖം മനസ്സിൽ നിന്നും മായുന്നില്ല. എങ്ങനെ കിടന്നുറങ്ങിയ ആളായിരുന്നു ഞാൻ. ഇപ്പൊ ഉറക്കം വരണമെങ്കിൽ നിദ്രാദേവിക്ക് ഇൻവിറ്റേഷൻ കൊടുക്കേണ്ട അവസ്ഥയായി. ഓരോന്ന് പെറുപെറുത്തും ആലോചിച്ചു എപ്പോഴോ ഞാൻ മയങ്ങിപ്പോയി. ഇതേ സമയം ഈശ്വറിന് ഉറക്കവും നഷ്ടപ്പെട്ടിരുന്നു. അവന്റെ ഉള്ളിൽ എന്തോന്ന് കയറിക്കൂടിയിട്ടുണ്ട്. ആരോടൊന്നും പറയാതെ കയ്യിൽ കിട്ടിയ ജാക്കറ്റും ഇട്ട് അവന്റെ ബൈക്കും എടുത്ത് എവിടേക്കോ പോയി. തുടരും.